നമ്മുടെ കൂടെ എല്ലാവരും എപ്പോഴും ഉണ്ടാവും എന്നാണ് നമ്മൾ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നത്. പക്ഷെ മുതിർന്നപ്പോൾ നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് എല്ലാവരുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് പലരും പല വഴിക്ക് പോകും. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടും ജോലിയുടെ ഭാഗമായിട്ടും പലരും പല വഴിക്ക് പോകും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള സുഹൃത്തുക്കളല്ല 7ലും 8ലും 10ലും ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്ലസ് വൺ ആകുമ്പോൾ പറയേ വേണ്ട, പല വഴിക്ക് പോകും. ഡിഗ്രി ആകുമ്പോൾ ഒട്ടും പറയണ്ട, ഒന്നോ രണ്ടോ പേര് ഉണ്ടായാൽ ഭാഗ്യം. പിന്നെ നമുക്ക് പുതിയ സുഹൃത്തുക്കൾ അതിന് മുമ്പ് കിട്ടിക്കഴിഞ്ഞു, പുതിയ സുഹൃത്ത് കിട്ടാൻ പോകുന്നു, ജോലിക്ക് കയറുമ്പോൾ വേറെ സുഹൃത്തുക്കളായി. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ ലൈസൻസ് അല്ലല്ലോ, നമ്മൾ TC അടിക്കാണ്ട് അതിൻ്റെ സ്കൂളിൽ പോയതാണ്. അപ്പം സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ച്, ഒരു സിമ്പിൾ കാര്യമാണ്, അപ്പം ഒന്ന് കേട്ട് നോക്കുക അവൻ്റെ മറുപടി ഒന്ന്. ഉണ്ണിക്കുട്ടാ, നിനക്ക് സ്കൂൾ മാറാൻ പോയല്ലേ ഇപ്പം നമ്മൾ? നിനക്ക് ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചാൽ ഇന്ന സ്കൂളിൽ പഠിക്കാൻ നിർബന്ധമൊന്നുമില്ലേ? അതെന്താ? പഠിക്കുന്നവരെവിടായാലും പഠിക്കുമല്ലോ, പിന്നെന്താ? അപ്പോൾ എവിടെയാലും കുഴപ്പമില്ല. അപ്പം പഴയ കൂട്ടുകാരൊക്കെ അവരെ മിസ് ചെയ്തില്ലേ? അവരെ മിസ്, പക്ഷേ നമുക്ക് ആ സമയം പുതിയ കൂട്ടുകാർ കിട്ടൂല്ലോ. അപ്പോൾ പഴയ കൂട്ടുകാരെ വേണ്ടേ? 4 വർഷം അവരുടെ കൂടെ അല്ലേ നിന്ന, ഇനി വേറെ കൂട്ടുകാരെ വേണ്ടേ? ആണോ? ഒത്തിരി കൂട്ടുകാരുണ്ടാക്കാൻ വേണ്ടിയാണ്. സൂപ്പർ. നമ്മളെവിടെയാലും പഠിക്കില്ലേ? ഇവിടെ പഠിക്കുമോ? നിങ്ങളുടെ സ്കൂളിൽ ആരായിരുന്നു? എന്ത് സ്റ്റുഡൻ്റ് ആയിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ്. ഓ സൂപ്പർ കണ്ണാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്.